തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് കൃത്യം 8:28 ആയപ്പോൾ തന്നെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി സെറ്റായി ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മുടെ കുഞ്ഞുണ്ണി ഇതാ ട്രെയിനിൽ ലോക്കോ പൈലറ്റിനെ കാണാനായിട്ട് ഓടുകയാണ്. ഞങ്ങളിനി ആ ട്രെയിനിൽ അങ്ങേരെ മാത്രമേ കാണാൻ ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ആൾ അടങ്ങിയിരുന്നില്ല. അവന് ആൾക്കാരും ബഹളവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര ആവേശം. അവനങ്ങ് ഓടി നടക്കുമായിരുന്നു കേട്ടോ, അടങ്ങിയിരുന്നില്ല. പിന്നെ കുറച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അടങ്ങിയിരിക്കണമല്ലോ എന്നോർത്ത് ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ കൊടുത്തു. അതിനുശേഷം കുറച്ച് നേരം ഉറക്കി. ഞാനും ചെറുതായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ. കൃത്യം 12:30 ആയപ്പോൾ തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ്സിനാണ് പിന്നീട് പോയത്. ഇതാണ് കണ്ണൂർ താവക്കര ബസ് സ്റ്റാൻഡ്. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് എന്നും പറയും. അങ്ങനെ ഏകദേശം സന്ധ്യയോടടുപ്പിച്ച സമയത്ത് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തേക്കല്ല പോകുന്നത്. ഞാൻ എൻ്റെ ചിറ്റയുടെ വീട്ടിലേക്ക്, അതായത് അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലേക്കാണ് പോയത്. അച്ഛമ്മ അവിടെയാണുള്ളത്, എൻ്റെ അമ്മച്ചി. അങ്ങനെ കിളികളുടെ കളകളാരവവും ഒക്കെ കേട്ട് രാവിലെ എഴുന്നേറ്റ് കുറച്ച് മഞ്ഞൊക്കെ കൊണ്ട് നമ്മളിതാ റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം പോയത് മീൻകുളം അമ്പലത്തിലേക്കാണ്. അതായത് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിൽ അമ്പാടിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അമ്മച്ചിയും ഞാനും കുഞ്ഞുണ്ണിയും ഓട്ടോ വിളിച്ചാണ് പോയത്. കാരണം അമ്മച്ചിയും കൊണ്ടും കുഞ്ഞുണ്ണിയും കൊണ്ടും ബസ്സിലെ യാത്ര പറ്റില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി തൊഴുതു. പിന്നെ കുഞ്ഞുണ്ണി കണ്ടോ, ഇങ്ങനെ മഞ്ചാടി വാരുന്നത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് പണ്ട് തുടങ്ങി കേട്ടിട്ടുണ്ട്. അവനും അങ്ങോട്ട് വാരിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവനും ഇങ്ങനെ വാരി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ അവൻ്റെ ഒരു സന്തോഷം. ഇതാണ് അമ്പലക്കുളം. ഇത് ഉത്സവ സമയത്താണ് ഇവിടെ ആറാട്ട് നടക്കാറ്. ഒരുപാട് താമരയൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. വെയിലായതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള ഗുരുമന്ദിരത്തിലും ഒന്നും നമ്മൾ പോയിട്ട് തൊഴുതില്ലായിരുന്നു. ഈ കുളത്തിൽ ഒരുപാട് വലിയ വലിയ മീനുകൾ ഉണ്ടാവാറുണ്ട്. ഒന്നിനും കണ്ടില്ല. ആമ ഉണ്ടാവാറുണ്ട്, ഒന്നിനും കാണാൻ പറ്റിയില്ല. വെയിലായതുകൊണ്ട് എവിടെയെങ്കിലും തണലത്ത് ഒളിച്ചിരിക്കുകയായിരിക്കും. ആ ഫ്ലക്സ് കാണുന്ന അവിടെ പണ്ട് ദാമോരേട്ടൻ്റെ ചായക്കടയായിരുന്നു. മഴയൊക്കെ മാറി വെയിലൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട് ഇങ്ങനെയാണ് കേട്ടോ. പാറയിൽ ഇതുപോലെയുള്ള പുല്ല് മുളച്ചത്, നെയ്പ്പുല്ലെന്നാണ് പറയുക. ഈ പുല്ലിങ്ങനെ ഉണങ്ങി കിടക്കും കുറേ കാലം. അങ്ങനെ പിന്നീട് നമ്മൾ പോയത് കരിപ്പാൽ നാഗത്തിലേക്കാണ്. അപ്പോൾ അവിടെ ആയില്യം ഉത്സവം നടക്കുകയായിരുന്നു. ഞാൻ നാട്ടിലേക്ക് പെട്ടെന്ന് വരാനുണ്ടായ ഒരു കാരണം ഈ ഉത്സവം തന്നെയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് വർഷമായി അവിടെ പോയിട്ട്. നാട്ടിലുണ്ടായിരുന്ന സമയത്തൊക്കെ എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറേ വർഷമായി. അപ്പോൾ എനിക്കൊന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ അമ്മച്ചിക്കും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മച്ചി എന്നെ വിളിച്ചു. ഈ ഫോണിങ്ങനെ ഷെയ്ക്കാവുന്നത് ഞാൻ മോനെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണേ. സർപ്പബലി അടിയന്തരത്തിന് ശേഷം മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ. അങ്ങനെ അമ്പലത്തിൽ തൊഴുതു, വഴിപാടൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അന്നദാനത്തിനുള്ള ക്യൂ ആണ് കേട്ടോ. പക്ഷേ ആ ക്യൂവിൽ നിന്ന് അത്രയും നേരം നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതെനിക്കുണ്ടായിരുന്നില്ല. കാരണം പ്രായമായുള്ള അമ്മച്ചിയുണ്ട്, കുഞ്ഞുവാവയായിട്ടുള്ള കുഞ്ഞുണ്ണിയുണ്ട്. അപ്പോൾ രണ്ടുപേരെയും കൊണ്ട് ഇത്രയും വലിയ ക്യൂവിലൊക്കെ നിന്ന് അത്രയും നേരം നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആവതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് നിന്നില്ല. നമുക്ക് തൊഴുതിട്ട് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. കാരണം ഇതല്ല ക്യൂ, ഇതിൻ്റെ അപ്പുറത്തോട്ട് വലിയ ക്യൂ ഉണ്ട് കേട്ടോ. എല്ലാവരും സത്യം പറഞ്ഞാൽ അന്നദാനം കഴിക്കാനായിട്ട് തന്നെ ഈ സമയത്തേക്ക് വരും. അമ്പലത്തിലെ ഭക്ഷണത്തിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അത് എന്നും നാവിൽ നിന്ന് പോവാത്തൊരു രുചിയാണ്. ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും അല്പം കഴിച്ചാലും പെട്ടെന്ന് വയറ് നിറയും. പണ്ടൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പം അതിനുള്ള
സാഹചര്യമില്ല. ചിലപ്പോൾ ഞാനിങ്ങനെ വല്ലപ്പോഴും ഒക്കെയല്ലേ നാട്ടിലേക്ക് വരുന്നത്. രാത്രിയിൽ ഇവിടെ ഒരുപാട് കലാപരിപാടികളും മേലെ കാവിൽ തെയ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തെയ്യം കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പം ദൈവം അനുഗ്രഹിച്ച് അടുത്ത വർഷം പറ്റിയെങ്കിൽ വരാം. കാരണം അമ്മച്ചിയെയും കൊണ്ട് അത്രയും നേരം നിൽക്കാൻ പറ്റില്ല. പോരാത്തതിന് കുഞ്ഞുണ്ണിയും ഒരുപാട് നേരമൊന്നും അങ്ങനെ നിൽക്കില്ല. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ തന്നെയല്ല രാത്രിയിൽ തിരിച്ചു വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നല്ല ദൂരമുണ്ട്. അപ്പം അതും ശരിയാവില്ല എന്ന് വെച്ചു. അങ്ങനെ നമ്മൾ വഴിപാട് കഴിപ്പിച്ചതിൻ്റെ പ്രസാദം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. മഹിയുടെ പേരിൽ എനിക്കൊരു വഴിപാട് കഴിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കഴിപ്പിച്ച് കാവിലേക്ക് പോകാം എന്ന് വിചാരിച്ചപ്പോഴാണ് വഴിപാടിൻ്റെ പ്രസാദം വാങ്ങിയില്ലല്ലോ എന്നോർത്തത്. അങ്ങനെ ഞാൻ അമ്മച്ചിയെ അവിടെ നിർത്തിയിട്ട് ഞാൻ പോയി പ്രസാദം വാങ്ങിച്ചിട്ട് വന്നു. അതിന് ശേഷം അമ്മച്ചിയെ ഞാൻ വണ്ടിയുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു. പിന്നീട് ഞാൻ കുഞ്ഞുണ്ണിയെ കൊണ്ട് പോയി കാവിൽ തൊഴുതിട്ട് വരികയാണ് ചെയ്തത്. കാവിലേക്കെന്നല്ല, അമ്പലത്തിനകത്തോട്ട് നമുക്ക് ക്യാമറയൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റില്ല കേട്ടോ. ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല. എല്ലാം കൂടി എടുത്ത് തിരിച്ച് മോനെയും കൊണ്ട് വരെ ബുദ്ധിമുട്ടാവുന്നുള്ളതുകൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല. അമ്മച്ചി ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. ഈ അപ്പൂപ്പൻ നടക്കണ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്പൂറ്റച്ഛനെ മിസ് ചെയ്തു കേട്ടോ. ഒരുപാട് മിസ് ചെയ്തു. ഏകദേശം 1:30-2 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് പോരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ലഞ്ച് കഴിച്ചു. അടുത്ത പരിപാടി ഇതാ, ഞാൻ വന്ന ഉടനെ പറമ്പിലോട്ട് ഇറങ്ങി. ഏകദേശം സന്ധ്യ ആവാറായി. ഞാൻ പറമ്പിലോട്ട് ഇറങ്ങി. എന്തിനാണെന്നറിയോ? കാന്താരി പറിക്കാൻ. ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് എനിക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ കുത്തിയിരുന്ന് പറിച്ചതാണ്. അമ്മച്ചിയും കുഞ്ഞുമോനും കളിചിരികളിലാണ്. അവൻ ഇവിടെ ആരെയും അങ്ങനെ കാണുന്നില്ലല്ലോ. എന്നെയും മഹിയെ മാത്രമേ അവൻ കാണാറുള്ളൂ. മറ്റൊരാളുമായിട്ട് അവൻ അറ്റാച്ച്ഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് സമയം എടുത്തിട്ടായാലും അവൻ കുറച്ച് നേരമൊക്കെ അമ്മച്ചിയുടെ കൂടെ കളിച്ചു. പിന്നീട് അവൻ വഴക്കായി കേട്ടോ. അമ്മച്ചി അടുത്തോട്ട് ഇരുന്നതിന് നോക്കിയാ കാണിക്കുന്നത്. പൊക്കോ, പോയിട്ട് വരാം. വേഗം വരാം. ടാറ്റ. ട്രെയിൻ ടിക്കറ്റ് രാവിലെ നോക്കിയപ്പോഴും കൺഫേം ആയിട്ടില്ലാത്തത് കൊണ്ട് രാത്രി ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് ടിക്കറ്റ് കൺഫേം ആയതുകൊണ്ട് ഓട്ടോ വിളിച്ച് കണ്ണൂരേക്ക് പോന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഇവിടെ കണ്ണൂർ എത്താറായപ്പോൾ ഒരു കടയിൽ കയറി ഊണ് കഴിച്ചു. അങ്ങനെ 3 മണി കഴിഞ്ഞ സമയത്ത് നമ്മുടെ തിരിച്ചുള്ള വന്ദേ ഭാരത് എത്തിയിട്ടുണ്ട്. നമ്മൾ കയറിയിരുന്ന് സെറ്റായി. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും അവരതാ നമുക്കുള്ള ടീയും സ്നാക്സും ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് സെറ്റായിരുന്നു. കുഞ്ഞുണ്ണി കുറേ നേരം ഫോണൊക്കെ നോക്കിയിരുന്നു. കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെ ട്രെയിൻ നമ്മുടെ നാട്ടിൽ നിന്ന് അകന്നകന്ന് പോന്നു. ഇപ്പോൾ നമ്മൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇനി എപ്പോഴാണ് അങ്ങോട്ട് പോകാൻ പറ്റുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.